ഹായ് കൂട്ടുകാരി, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിച്ചു നീട്ടരുത്, മനസ്സിലായോ? അതാ ഞാൻ വേഗം പറഞ്ഞത്. ഇന്ന് എനിക്ക് അകത്താണ്. അതെ, അപ്പൊ നമ്മൾ എന്ത് പറയണം? ഇറങ്ങിപ്പോടോ എന്ന് പറയണം. എന്തെങ്കിലും പറയാം. അല്ല, ഞാൻ പറയണത് താൻ പറയാൻ പാടില്ല. എടോ ഞാൻ പറയട്ടെ, ഇന്ന് എനിക്ക് എന്താ വലിയ സന്തോഷം എന്നുള്ളത് എനിക്കറിയാലോ. ബിക്കോസ് വിദ്യ ഒരു കുക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്യണേ. എനിക്ക് വയ്യ, ഞാൻ തന്നെ എന്നെ കൊണ്ട് വയ്യെങ്കിൽ അവിടെ എങ്ങാനും പോയി ഞാൻ ചെയ്തോളാം. അപ്പൊ കുക്കിംഗ് വീഡിയോ ചെയ്യണത് ആണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് നമുക്ക് അറിഞ്ഞൂടാ. ഹെൽത്തി റെസിപ്പിയാണ്. നല്ല ഞാൻ കേട്ടിട്ടില്ല. എന്താണോ ഉണ്ടാക്കുന്നത്? അപ്പൊ താൻ പറ, എന്താ ഉണ്ടാക്കുന്നത്? എടാ, ഇന്ന് നമ്മള് ഗോതമ്പുണ്ട് അല്ല ഉണ്ടാക്കുന്നത്. ഗോതമ്പ് കൊണ്ടൊരു പുലാവ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ തന്റെ തന്നെ റെസിപ്പിയാ. ഈശ്വര ഭഗവാനെ കാത്തിരക്ഷിക്കാം. ധൈര്യമായിട്ട് തുടങ്ങിക്കോ. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാടോ, പെട്ടെന്ന് തന്നെ തുടങ്ങാം. എന്നിട്ടാണ് നടക്കാൻ പോകാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ഗോതമ്പ് നല്ലോണം വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് ഈ കറുപ്പ് കളറിലെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ എന്തോമാരുണ്ട്. ഇടുക്കി ഗോൾഡാന്ന് തോന്നും, പക്ഷെ അതൊന്നുമില്ല, പുതിന ഗോൾഡാണ്. പുതിന ഉണക്കിയത്, ഗരം മസാല ഫുള്ളെല്ലാം, കാഷ്യൂ, പിന്നെ ജീരകം പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്, സോയ ചങ്ക്സ്, ടൊമാറ്റോ. ഇത് വന്നിട്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ. പിന്നെ സവാള അരിഞ്ഞത്, വൃത്തിയായിട്ട് അരിഞ്ഞിട്ട് കൂടില്ല. എന്റെ അടുത്ത് പറയണ്ടേ മോളെ, ഇതൊക്കെ ചതച്ചിട്ടുണ്ടോ അതൊരു രസം. എനിക്ക് അത്ര രസമില്ല, എനിക്ക് നല്ല വൃത്തിയായിട്ട് അരിയണം. വെറുതെ പറയട്ടെ, ഞാൻ വൃത്തിക്കറിയില്ല. ഇത് ക്യാരറ്റ്, ബീൻസ്, അത്രേ ഉള്ളൂ. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പൊ മൊത്തത്തിൽ ഒന്ന് കാണിച്ചേക്കാം. ഇനി ഒരു ആവശ്യം ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മൾ എണ്ണയിലല്ല ഉണ്ടാക്കുന്നത് കൂട്ടുകാരെ, നെയ്യിലാണ്. നെയ്യ് ഇവിടെ ചട്ടിയിൽ കിടപ്പുണ്ട്, അത് പറയാൻ പറഞ്ഞു. അതൊക്കെ പറയുമ്പോ തന്നെ എന്താ നെയ്യിലാണ്. ഇത് ഹോം മെയ്ഡ് നെയ്യാ കേട്ടോ, ഞാൻ ഉണ്ടാക്കി നെയ്യാ. അപ്പൊ ഞാൻ അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാണിക്കാം, വീഡിയോ ആക്കാം. അപ്പൊ നമ്മളിത് തുടങ്ങാം അല്ലേ? അത് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. മതിയേ? ഓക്കെ, ശരിയാക്കി തരണേ. ഗണപതി പപ്പ എല്ലാം ശരിയാക്കി തരുവോ? താൻ ശരിയാക്കൂടോ ആദ്യം. നെയ്യ് ഉരുകണം, അതിനൊരു ലേശം സമയം പിടിക്കും. അപ്പോഴത്തേക്കും ഷീനുമോളൊരു പാട്ട് പാടുവോ? അന്തവയർക്കട്ടും പാട്ട്. ഇനി എന്താ? ഒന്ന് കിട്ടിയോ? ചുമയാണ് വിദ്യയുടെ ചുമ. അയ്യോ പോടോ വിദ്യ, ദുഷ്ട, തനിക്ക് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ലാന്ന് പറഞ്ഞിട്ട് താൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അതെ, ഒന്നും അറിയാത്തൊന്നുമല്ല, താൻ നല്ല ടാലന്റഡ് ആണ്, പാടാൻ അറിയുകയും ചെയ്യാം. ഒരു ദിവസം ഞാൻ പുറത്താക്കോളൂ തന്റെ പാട്ട്. അങ്ങനെ പുറത്തിറക്കും എന്നാണ് അതിന് പറഞ്ഞത്, പുറത്താക്കുന്ന പറയാണ് കേട്ടോ. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് അങ്ങനെയാണ്. മോളെ കരിയിക്കാണ്ട് വേഗം ഇട്ടോ. അർത്ഥമായത് വേറെയാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താ ഇടണ്ടേന്ന് വെച്ചാ, ആദ്യം നമുക്ക് ഉള്ളി മസാല ഇടാം കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഒരു തവി വേണം കൂട്ടുകാരെ, അല്ലെങ്കിൽ പ്രശ്നമാകും. മുളകിടാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ വെളുത്തുള്ളി കിടന്നോട്ടെ, ചാടിപ്പോയെന്ന് നമ്മൾ എടുത്തു നോക്കണ്ട. പാവം, അങ്ങനെ വേണ്ട. ആഗ്രഹം കൊണ്ട് ചാടിയതല്ലേടോ. അങ്ങനെ വേണ്ട, പറഞ്ഞാ കേൾക്കാത്തവരെ നമുക്ക് ഇവിടെ വേണ്ട. ഇറങ്ങി പോകൂന്ന് പറയും. ഞാൻ ഇറങ്ങിപ്പോല. ഇല്ല, പോവണ്ട കുട്ടി. ആദ്യം ഇതാണ് പച്ചമുളക് ഇടണം. അതൊന്ന് വഴണ്ട് വരുമ്പോ അതിന്റെ ആ ഒരു സ്മെല്ല് വരുമല്ലോ, ആ സമയം നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. ഇടാറായോ? ആയിട്ടില്ല, എനിക്കറിഞ്ഞൂടോ, താനാണ് പാചകക്കാരി. സ്മെല്ല് വരട്ടേടോ. പച്ചമുളക് പൊട്ടിത്തെറിക്കോ? ഇല്ലോ, അത് ഇട്ടേക്കത് പച്ചമുളകാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇടുകയാണേ. അങ്ങനെ ചാടി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ ആ ഒരു മണം അതിലങ്ങ് കണ്ടെയ്ൻ ചെയ്ത് അടച്ചോടും. നിർത്തിക്കോ, അടച്ചോടും. അപ്പൊ ഇനി നമുക്ക് ഉള്ളി ഇടാൻ കൂട്ടുകാരെ. ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഉള്ളി ഇടുകയാണേ. റെഡി. സവാള ഉള്ളി ഒന്നല്ലേടോ? അല്ലടോ, ഉള്ളി എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളിയാണോ? ഓക്കെ, എന്റെ ഭാഷയിൽ ഇതാണ് ഉള്ളി അല്ലേ? ഇതാണ് സവാള എന്നാ പറയാ.
അപ്പൊ ഇത് ഒന്ന് വഴഴുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. അടക്കണോ? അടച്ചോ. അപ്പൊ നമ്മളിനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കാഷ്യൂനട്ടും ഇതും ഇടുകയാണ്. സോറി, ഇവിടെ വയ്ക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ. ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കാം. എന്തൊക്കെ ഇട്ടെന്നറിയോ? കാഷ്യൂ, പുതിനയില, പിന്നെ നമ്മുടെ ഗരം മസാല. ഇനി ഇടാനായിട്ടുള്ളത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി ഇടാനുള്ളത് ഉപ്പും ജീരകവും മഞ്ഞൾപ്പൊടി അതും ഇടാം. ഗരം മസാല. അമ്മച്ചിയോ. ഓക്കെ. എന്താ കുഴപ്പം, എന്താ ഒരു പ്രശ്നം എന്നറിയോ? ഇവിടെ ഇതില്ല. അത് മാത്രല്ല വിദ്യ നല്ലോണം എണ്ണ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊന്ന് വഴണ്ടിട്ടുണ്ട് കൂട്ടുകാരെ, കണ്ടോ? വളരെ നെയ്യ് എത്ര കുറവായിട്ടെന്ന് മനസ്സിലായല്ലോ. വിദ്യ വളരെ കുറച്ച് ഉപയോഗിക്കുള്ളേ. ഇത്രയും സാധനത്തിന് ഇത്രയും മതിയാകും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി തക്കാളി മറ്റെന്താണ് അത് സോയാ ചങ്ക്സ് ആണ്, വളരെ ചെറുതായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇടാം. രണ്ടൊന്നിച്ച് ഇത് വേവൊന്നുമില്ല. തക്കാളി മാത്രം ഒന്ന് വതങ്ങണം. അപ്പൊ അത് അടിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം. ഓരോ ഇൻഗ്രീഡിയന്റ് ഇടുമ്പോഴും അടച്ചു വെക്കുന്ന എന്തിനാന്ന് വെച്ചാ രഹസ്യം പറഞ്ഞു കൊടുക്കുവോ? എനിക്കറിയില്ല. എടാ, അതിന്റെ മണം അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാനാടോ, അതിന്റെ സുഗന്ധം. അപ്പൊ ഞാൻ അടയ്ക്കട്ടെ. ഓക്കെ. കുറച്ച് വതങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വതങ്ങണോടോ? വതങ്ങണം. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ അടി പിടിക്കുമോ എന്നൊരു സംശയം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മഷ്റൂമും എന്താണ് പനീറും ഒക്കെ ഇടാം, അവൈലബിലിറ്റി അനുസരിച്ച്. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഉണ്ടെന്ന് അങ്ങ് ഭാവിക്കാം അല്ലേ? അപ്പൊ ഇപ്പൊ ഒന്ന് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇടാവോ? എനിക്ക് തോന്നുന്നത് പച്ചക്കറി ഇടാം. എന്നിട്ട് വഴറ്റി വെച്ചിരിക്കുക. ഇത് വഴറ്റിയിരിക്കുക. ഒന്ന് എന്താ പറയാ, കൂടുതൽ സമയം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതാ. അപ്പൊ ഇതിന് ഉപ്പൊക്കെ നോക്കാനൊരു അപ്പൊ നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഗോതമ്പാണ്. ഈ ഗോതമ്പ് തലേദിവസം രാത്രിയിൽ ഞാൻ വെള്ളത്തിൽ കഴുകി കുതിർത്ത് വെച്ചതാണ്. രാത്രി മുഴുവൻ സോക്ക് ചെയ്തിട്ട് രാവിലെ നമ്മള് എത്ര വിസിൽ വേണോ അത്? എടോ, ഇതൊരു മറ്റേ എന്താ പറയാ, നമ്മുടെ നാട്ടിലെ അരി ഉണ്ടല്ലോ, ആ അരിയുടെ അത്ര വേവ് ഉണ്ടോ? വേവിച്ച് ഊറ്റിയതാണ്. എന്നുവെച്ചാ നമ്മുടെ നാടൻ അരി ഉണ്ടല്ലോ, മട്ടയരി, ആ അരിയുടെ അത്രയും വേവുണ്ട്. അപ്പൊ നമ്മള് വേവിച്ച് തലേദിവസം രാവിലെ അത് വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ്. അപ്പൊ നമ്മൾ അതിന് ഒന്ന് നോക്കാം. ഇത് കണ്ടിട്ടൊരു നല്ല സൂപ്പർ ലുക്ക് ഒക്കെ ഉണ്ട് അല്ലേ? കഴിച്ചു നോക്കുമ്പോ നമ്മുടെ ഷീനുമോൾ ബാക്കിയുള്ളത് പറഞ്ഞോളും. സത്യമായിട്ട് പറയുന്നുള്ളതാണ് എനിക്ക് ഷീനുവിനോട് ഇത്രയും സ്നേഹം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അടച്ച് ഒന്ന് ഹൈയിൽ വെച്ചിടോ. ഹൈയിൽ വെക്കാം. എന്നിട്ടൊന്ന് ഇതാക്കി ചൂടായിട്ട് വേണം സിമ്മിൽ വെച്ചത്. അപ്പൊ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കണ്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് എന്ന് പറയുന്നത് അത്രയും സങ്കീർണമായ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ലോകത്ത്. ചൈനക്കാരുടെയും ഇന്ത്യക്കാരുടെയുമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അത്ര വലിയ അറിവൊന്നും ഇല്ല കൂട്ടുകാരെ. പക്ഷെ ഇന്ത്യൻ കുക്കിംഗ് ഈസ് സൂപ്പർ കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാ രാജ്യക്കാർക്കും അവരുടെ ഫുഡാണ് വലുത്. അതെ. അപ്പൊ ഞാൻ ഇതൊന്നും കൂടെ അടച്ചേക്കെ കൂട്ടുകാരെ. അപ്പൊ ഈ പുലാവിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് അതിന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സാധനമാണ് ഇരിക്കുന്ന ആള്, തൈര് കൂട്ടാൻ. ഇത് വിദ്യയുടെ സ്വന്തം പ്രിപ്പറേഷനാണ്, സ്വന്തം തൈരാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന തൈരാണല്ലോ. അല്ല, പശു പാല് തന്നിട്ട് ആ പാലിൽ നിന്ന് വിദ്യ എന്നെ എന്തൊക്കെ പറയണ. അല്ല പിന്നെ ശരിയല്ല, ഞാൻ ഒഴിക്കാറില്ല. വിദ്യയാണ് എനിക്കെല്ലാം ഒഴിച്ചു തരണത്. ഞാനാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയാണ് കൂട്ടുകാരെ. അപ്പൊ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്റെ ഗോതമ്പ് പുലാവാണ്, ഹെൽത്തിയാണ്, വലിയ മസാലകളൊന്നും പറയാനില്ല. പക്ഷെ നോക്കണോ, ഒന്ന് കാണണോ, എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നന്നായിരിക്കും. ഇതിലെ ഫോണിൽ കാണേക്കാട്ടിലും നേരിട്ട് ഭയങ്കര രസമാണ്. ഫോണിൽ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പൊ നമുക്കിത് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നമ്മുടെ കഥാനായികയ്ക്ക്. ആയിക്കോട്ടെ. മതിയോടോ? ശകലം മതിയിടോ.
അപ്പൊ ഇത് ബാക്കിയുള്ളത് അടച്ചു വെക്കാം. ടേസ്റ്റ് നോക്കണം. തന്റെ മുഖം കാണിച്ച എന്റെ എക്സ്പ്രഷൻ കാണിക്കാം. ഊതിക്കഴിക്കാം. ഊത് ഊത്. നല്ല നല്ല ചൂടുണ്ട്. തന്നെ കാണിക്കണ്ടേടോ. വേണ്ട. പിന്നെ ഗോതമ്പുണ്ട കഴിക്കാൻ പോവാ. ഓടോ തിന്നുമ്പോ തമാശ പറയാൻ. ഇല്ല, ഗോതമ്പ് പുലാവ് കേട്ടോ കഴിക്കാൻ പോവാണ്. അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ, അതുകൊണ്ട് എന്തോ പറയോ. കൊള്ളാമോടോ? അടിപൊളിയാ. നല്ല കേട്ടോ. ഓക്കെ. സോയ ചങ്ക്സ് ഇടണം, എന്നാലേ അതിനകത്ത് ടേസ്റ്റ്. ഗോതമ്പ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, വേറെ മാതിരി ഉണ്ടാവും. പക്ഷെ സോയ ചങ്ക്സിനെ കൂട്ടി കഴിക്കുമ്പോൾ സോയ ടേസ്റ്റ് ഉണ്ട്. അതെ, സോയ. പിന്നെ നമുക്ക് മഷ്റൂം ഇടാം, പനീർ ഇടാം. നെക്സ്റ്റ് ടൈം അങ്ങനെ ഉണ്ടാക്കാം നമുക്ക്. പക്ഷെ അത് നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു സംഭവം അല്ലേ. സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫൈബറും ഉണ്ട്. അപ്പൊ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ള ആ ഒരു പേര് അങ്ങോട്ട് സാർത്ഥകമാകട്ടെ. അപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് നമുക്കൊരു ബൈ പറയാമല്ലോ. ഓക്കെ, ബൈ.